അസ്സലാമു എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് രാവിലത്തെ ചെറിയ പണികളൊക്കെ എടുക്കുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെയാണ് ഇപ്പോൾ കാണിക്കാൻ പോണത് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. ഇന്ന് ഒഴിവ് ദിവസം ആയതുകൊണ്ട് ചെറിയ പണികളൊക്കെ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. ഒരു ദിവസമല്ലേ നമുക്ക് ഒഴിവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്കുമ്പോൾ ഒന്ന് തൊടണം കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി കേട്ടോ. പാത്രം കഴുകിയും കൊണ്ട് ഇങ്ങനെ പോവാണ്. പിന്നെ അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞാൽ വീതനപ്പുറമൊക്കെ ഒന്ന് തുടച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാണ് കേട്ടോ. രാവിലെ ഒരു തിരക്കല്ലേ നമുക്ക്, ഒരു 12 മണി 1 മണി വരെയൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. വീട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 2:30 2:45 3 മണി വരെ നമുക്ക് പണി തന്നെയാണ് കേട്ടോ. എല്ലാം തട്ടിക്കൊട്ടി വൃത്തിയാക്കി എടുക്കണ പോലെ എടുത്താൽ പെണ്ണുങ്ങൾക്ക് യാതൊരു ഒഴിവുണ്ടാവില്ല. 4 മണി 5 മണി വരെ എടുക്കാം കേട്ടോ. പെണ്ണുങ്ങളെ സ്ഥിതി ഇതാണ്. ആണുങ്ങൾക്ക് പണിയില്ല ചോദിക്കും, ഓൽക്കും ഉണ്ട് ബുദ്ധിമുട്ട്. രണ്ട് കൂട്ടർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. എന്നാൽ എളുപ്പം എടുക്കുകയാണ്. വേഗം എടുത്താൽ എന്താണെന്നറിയാം, നമ്മൾ ഒരു പാത്രം എടുക്കുമ്പോൾ അത് കഴുകി വൃത്തിയാക്കി വേഗം വെക്കുമ്പോൾ അതാ കിടക്കണമെങ്കിലും അത് ചാടും. അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മളെ ആശ്വാസത്തിൽ എടുത്താൽ അതങ്ങനെ നല്ല വൃത്തിക്ക് നല്ല മെനക്ക് നല്ല റെഡിക്കാണ് പോവുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഏകദേശം കഴിഞ്ഞും കൊണ്ട് നിൽക്കുകയാണ്. ഇനി കഞ്ഞിക്ക് വീതനപ്പുറം തുടച്ചിങ്ങാണ്ട് കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് ഇടുകയാണ് കേട്ടോ. അപ്പം നമ്മളെ തീയാണ് പിടിപ്പിക്കുക കേട്ടോ. അപ്പം നമ്മളെ ഉള്ളി അരിഞ്ഞിട്ട് 2 കഷ്ണം കോഴി കറി വെക്കട്ടെ കേട്ടോ. ചപ്പാത്തിയാണ്. പൊറാട്ട കൊണ്ടുവരണോ എന്താണ് ബേജാറായിരിക്കുന്നു കേട്ടോ. പൈപ്പിട്ട് അളക്ക് നല്ല പൈപ്പാണ് കേട്ടോ. രാവിലെ നീച്ച് ഇങ്ങനെ അതും ഇതൊക്കെ നന്നാക്കി അവിടെ വഴി തോത്തി തുടച്ചും കഴുകി നിന്നു. ഇപ്പോൾ പെരും പൈപ്പേ. ഇപ്പോൾ എന്താ അറിയില്ല, ആകെ വെപ്രാളായിരിക്കുന്നു. പൊറാട്ടക്ക് പോകണം. ഏതായാലും എന്തെങ്കിലുമൊക്കെ നടക്കൂട്ടോ. ബേജാറുണ്ടാവുമ്പോഴേ ഒക്കെ റെഡിയാവും പൈപ്പാണ് ചെല്ലുമ്പോൾ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി തിന്നാം കേട്ടോ. അപ്പം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങൾ ഇതിൽ ഇടുക കേട്ടോ. ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം കേട്ടോ. കറിക്കൊരു കൊഴുപ്പ് കൂടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ പൊടികൾ ഇടാൻ പോവുക കേട്ടോ. കുറച്ച് കറി നിന്നോട്ടെ കേട്ടോ. കറി എന്തെടുത്താലും കറിയാണ് വണ്ടി. അപ്പം നമുക്ക് കുറച്ച് കൂടുതൽ കറി നിന്നാൽ നല്ലതാണ്. വെച്ചിട്ടില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടത്ര ഉപ്പും പാകത്തിന് ഉപ്പുമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുട്ടികളെ പള്ളിയിൽ നല്ല പൈപ്പുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് പൊറാട്ട ഇങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. വെറുതെ ഇവിടെ സാധനം ഉണ്ടായതുകൊണ്ട് നമ്മൾ പൊറാട്ടക്ക് പൈസ കൊടുക്കുന്നത് ഒരു വല്ലാത്തൊരു വിഷമം. ഒന്നും കൂടി തീരുമാനമാവട്ടെ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞതരണ്ടേ എന്താണ് ഇപ്പം നമ്മൾ കാട്ടുകയെന്നൊക്കെ. കാത്തു നിന്ന് കാണട്ടോ. വിശന്നിട്ട് ഇങ്ങനെ പൊരിയാണ്.
അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിക്ക് പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്ക് ലേശം കറി വേണേനും എന്നാൽ സൊറവാത്തി വേണ്ടേനും അങ്ങനത്തെ രൂപത്തിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പാകത്തിന് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കുക്കറാണ് മൂടി വെക്കുക. എന്നിട്ട് നമ്മൾ അടുപ്പത്തേക്കാണ് വെക്കട്ടെ കേട്ടോ. കുക്കറിനുണ്ട് ചിലപ്പോൾ ഒരു കുട്ടിക്കളി, അതായത് വിസില് ക്ലിയറായി വരില്ല കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് പൊറാട്ടയാണ് കേട്ടോ, ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇനി ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം കേട്ടോ. ഈ കറി ഇല്ലപ്പം പിന്നെ അത് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കറി കാണിച്ചു തരാം കേട്ടോ. കരിഞ്ഞിക്കണ വിസിൽ വരായിട്ട് കുറച്ച് പ്രശ്നത്തിൽ കഴിഞ്ഞിട്ടോ. കണ്ടോ, ഒന്നും പറ്റിയിട്ടില്ലേ. നമ്മളെ ചിക്കൻ കറി ഇവിടെ ആയി കിട്ടിയിരുന്നു. ഇത് പൊറാട്ടയ്ക്കുള്ള കറിയാണേ. കണ്ടോ, ഇതും കുറച്ചുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചായ പാരുകയാണ് കേട്ടോ. അങ്ങനെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തിന്നുകാണ്ട് നമുക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പണിയൊക്കെ ഒരുക്കിങ്ങാണ്ട് കല്യാണത്തിനും പോകണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ടോ, അപ്പം ഞങ്ങൾ വേഗം ചായ കുടിച്ചിട്ട് കേട്ടോ. ഇനി തൊട്ടോളി കേട്ടോ എല്ലാവരും. പിന്നെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മളെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കട്ടോ, സപ്പോർട്ട് ചെയ്യേ. ഇൻഷാ അല്ലാഹ് വീണ്ടും ഒരു വീഡിയോയുമായി വരും. അതുവരേക്കും അസ്സലാമു അലൈക്കും.